വിദ്യാഭ്യാസ വകുപ്പിന്റെ ധനസഹായത്തോടുകൂടി കോഴിക്കോട് മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. അതിജീവനത്തിന്റെ നിഴലുകൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കോളേജിലെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും സംയുക്തമായാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. വിവിധ വിഷയങ്ങളിലായി 100-ലധികം സെക്ഷനുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇവയ്ക്ക് പുറമെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. 14 മുതൽ 16 വരെ നടക്കുന്ന പരിപാടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. 1964 ഈ കോളേജ് സ്ഥാപിതമായത്. അതിൻ്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ നിറവിൽ കൂടിയാണ് കോളേജ് കടന്നു പോകുന്നത്. അപ്പം അത്തരമൊരു അവസരത്തിലാണ് ഇങ്ങനൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുൻകൈയെടുത്താണ് ഈ ഒരു സാഹിത്യോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആയതിനാൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതിക്ഷേമ വകുപ്പ് മന്ത്രിയായ ബിന്ദു ടീച്ചറാണ്. അത് വെള്ളിയാഴ്ച രാവിലെ 9:00-ക്കാണ്. ജാതി, ലിംഗഭേദം, വർഗം, വിവേചനങ്ങൾ, പലായനങ്ങൾ, വർഗീയ ലഹളകൾ, വിഭജനം എന്നിവയെ വാക്കുകൾ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയെന്നുള്ള അന്വേഷണമാണ് ഫെസ്റ്റിവലിലൂടെ ലക്ഷ്യമിടുന്നത്. മുറിവുകളുടെ ഓർമ്മകൾ, അവയുടെ ദേശീയവും അന്തർദേശീയവുമായ പശ്ചാത്തലം, മുറിവുകളെ പ്രതിനിധാനം ചെയ്യുന്ന കലാരൂപങ്ങൾ, സാഹിത്യരൂപങ്ങൾ എന്നിവയെല്ലാം ഈ സാഹിത്യോത്സവത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായ എഴുത്തുകാർ, ചിന്തകർ, ചലച്ചിത്ര പ്രവർത്തകർ, ഫോക്ക് ആർട്ടിസ്റ്റുകൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയുടെ ഭാഗമാകും. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധേയരായ എഴുത്തുകാർ, കലാ സാംസ്കാരിക ശാസ്ത്രം, സാങ്കേതിക പ്രതിഭകൾ എന്നിവരോട് സംവദിക്കാനും ഫെസ്റ്റിവലിൽ അവസരമുണ്ടാകും. ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.